ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? വിശ്വാസ തകർച്ച ഉണ്ടായ ആൾക്കാർ, ഒരിക്കൽ വിശ്വാസം ഉണ്ടായ ആളാണ്. ആ ചേട്ടത്തിക്ക് ഒരിക്കൽ പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, സുവിശേഷ ചൈതന്യം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും ഇടാകൂടങ്ങളൊക്കെ വന്നതിന് ശേഷം വഴക്കും വയ്യാവേലിയും വാക്കാണുമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയി കാണും, ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണും. അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഈ കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. എന്താ പറയണത്? ഈ വിശ്വാസം ഉണ്ടായിട്ട് തകർന്നു പോയ ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഒരു വിശ്വാസമില്ലാതെ ചുമ്മാ ഒരു വിഷയം ഉണ്ടായപ്പോൾ കരഞ്ഞു കൂടി വന്നാലൊന്നും കർത്താവ് കൈകാര്യം ചെയ്യത്തില്ല. വിഷയമല്ല പ്രശ്നം. നിങ്ങളുടെ കരച്ചിലിൻ്റെ ഇമോഷണാലിറ്റിക്ക് ഒരു വിലയില്ല. അപ്പോൾ ഇവരുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈശോ അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ വിശ്വാസത്തെ, ഈ വിഷയത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസത്തെ നിങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈശോ ചാലഞ്ച് ചെയ്യും. അതിനെന്താ ഈശോ പറയണത്? ഇവർ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ, ഇപ്പം ചില ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, അവർ 12 കൊല്ലമായി മക്കളില്ല. പക്ഷെ അവരിപ്പോൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ഞരങ്ങി മൂളിയൊക്കെ വല്ലപ്പോഴും കൂടി വല്ല പട്ടിയ പൂച്ചയെ കടിച്ചാൽ മാത്രമേ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയാണ് അവർ. ഈ കക്ഷികൾ അഡ്രസ്സ് ചെയ്യത്തില്ല. അതെന്താ സംഭവിച്ചാൽ ഇവരുടെക്കൊന്നും വേണ്ടത്, ദൈവത്തിന് വേണ്ടത് സാധാരണ ഒരു വിശ്വാസമല്ല. പിന്നെന്താ വേണത്? ആ ചേട്ടത്തിൽ പറയുന്നുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് 15:26 മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ നോക്കിയാൽ നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി ഫീൽ ചെയ്യും നമുക്ക്. അയ്യോ, ആ പാവപ്പെട്ടവള് അവളുടെ മകൾ രോഗിയായി, പിന്നെ അവളെ പട്ടിയൊന്നും വിളിച്ചെന്ന്. ഇതുപോലെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ദൈവം നിരാകരിക്കുന്ന അനുഭവങ്ങളും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. പറഞ്ഞ മനസ്സിലല്ല? ആക്ഷേപങ്ങൾ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ നിങ്ങളെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവളിറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ തന്നെ കൃപാസനത്തിന് മലത്തിക്കൊണ്ടെന്ന് വെക്കും ഇവിടെ, ഇല്ലേ? അപ്പം നമുക്ക് പേടിയാണ്. നമ്മളെ എതിർക്കുന്ന ആൾക്കാർ ആരെങ്കിലും വീടിൻ്റെ ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കണത് എന്താണ്? ഈ ആൾക്കാരുടെ കണ്ണിപ്പെടാതെ നേരെ പുറകിലെ വാതിലെ കൂടി കൃപാസനത്തിൽ പോകാൻ വല്ല മാർഗം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കണത്. എന്താ കാര്യം? ആക്ഷേപം കിട്ടും. നിങ്ങൾ ഈ ആക്ഷേപം ഈ പാക്കേജിൻ്റെ ഭാഗമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളായിരിക്കും നിങ്ങൾ ആക്ഷേപിക്കണത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായമായിരിക്കും, അല്ലെങ്കിൽ അയൽവാസിയായിരിക്കും. ആക്ഷേപം ഉറപ്പാണ്. മനസ്സിലായി? ദൈവ വഴികളിലെ ഉത്തരം കിട്ടാതിരിക്കുകയും അതേസമയം തന്നെ ആക്ഷേപം കിട്ടുകയും ചെയ്യും. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പം നായ്ക്കൾ വന്ന് വിളിച്ചു. ഇവിടെ വെച്ച് ഈ ചേടത്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം. എന്താ കാര്യം? കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അവസാനം നായെന്ന് പേരും കിട്ടിയില്ലേ, പോവാം. ഇവർ പോകണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കണത്. ഇവർക്ക് 0 ഫെയ്ത്ത്, ഇവർക്ക് 0 ആസ്തിയാണെങ്കിൽ ഇവർ പോകും. പക്ഷേ ഇവിടെ വെച്ചിട്ട് 2 പ്രാവശ്യം ഇവർ തകർച്ച. അതായത് ആദ്യം ഇവർ നേരിട്ടിടപെട്ടു, ഒന്നാമത്തെ പ്രാവശ്യം. 2ാമത്തെ പ്രാവശ്യം ഇവരെന്നാ ചെയ്യണത്? അപ്പോസ്തലന്മാരെ ഇടപെടുത്തി. എന്നിട്ടും ശരിയായില്ല. അപ്പോൾ ഈശോയോട് നേരിട്ട് പറയാം, കർത്താവ് എന്നെ സഹായിക്കണമേ. അപ്പോഴും നായെന്ന് വിളി കേട്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും, കർത്താവ് മിണ്ടിയില്ല, സൈലൻസ് ആവും, നോ ആൻസർ. അപ്പോൾ പ്രാർത്ഥനയുടെ രീതിയാണ്. ചില സമയത്ത് നിങ്ങൾ ഉടമ്പടി എടുത്താണെങ്കിലും ശരി, ചിലപ്പോൾ നോ ആൻസർ ആയിരിക്കും. ഇതിനെക്കുറിച്ച് അറിയണം നമ്മൾ ശരിക്കും. ഇതിൻ്റെ ഉള്ളതാണ്. നമ്മളിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കണം, അയ്യോ അപ്പം നിങ്ങളോർക്ക് ഈ കല്യാണം വരും, ഈ കല്യാണം നടക്കും, കാര്യം ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയും, നമ്മൾ അങ്ങോട്ട് ചെന്ന്. അപ്പോൾ അത് നമുക്കിഷ്ടപ്പെട്ട് അവരിങ്ങോട്ട് വന്ന്
കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം മേടിക്കണം പറഞ്ഞപ്പോഴുണ്ട് അവർ 4 കാലം വീണ് ഓടി. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്, ഈ കല്യാണം നടക്കുമെന്നല്ലേ. പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്, 1.5 മാസം ഈ അംഗം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടച്ചും പോയി. ഇപ്പം നമ്മൾ എന്തെല്ലാം സമാധാനം പറയണം, ഇനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയില്ല, നമ്മൾ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു അത് ഏറെക്കുറെ സെറ്റാകണ്ട എന്ന് നമ്മൾ കൂട്ടുകാർ മിണ്ടാതിരിക്കണം. ഈ സംഭവം കഴുത്ത താല് വീഴുന്ന വരെ മിണ്ടരുത്. ഉടനെ കൂട്ടുകാർ അത് ശരിയാവും ഇങ്ങനെ. പക്ഷേ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആക്ഷേപമായി. എന്താണ്, അവർ പോയി ഇട്ടച്ചും പോയി. അപ്പോൾ ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് 2ാമത്തെ കല്യാണം പോയത്, ഇവളുടെ കുഴപ്പമാണെന്ന്. ആക്ഷേപം തന്നെ കണ്ടില്ലേ. എന്തുകൊണ്ടാണ് 2ാമത്തെ കല്യാണം പോയത്, അത് ഇവളുടെ കുഴപ്പമായിരിക്കും. ഈ നമ്മുടെ അമ്മ തന്നെ പറയും, നിൻ്റെ ഈ കയ്യിരിപ്പ് കൊണ്ടാണ് നീ മൂത്ത് നരച്ച് ഈ വീട്ടിൽ നിൽക്കണത്. സ്വന്തം അമ്മ പറയും. പോരെ, ഇനി വേറെ വല്ലതും പറയാറുണ്ടാ? അമ്മമാർ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ അവസാനത്തെ ഈ ചക്രായുധം എടുത്ത് അവർ കറക്കിയിടും, നമ്മുടെ പെടരയും അർത്ഥം കൊണ്ട് പോണത് കാണാം. എന്താ, നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ മൂത്ത് നരച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് പറയും. തീർന്ന ആക്ഷേപം. അപ്പോൾ നമുക്ക് തോന്നും വല്ല വിഷവും എടുത്ത് കഴിച്ച് ഇവർക്കിട്ടൊരു എഴുതി വെച്ചൊരു പണിയും കൊടുത്തേക്കാന്ന് വിചാരിക്കും. ആ പിശാച് എന്നെ വരെ കണ്ടില്ലേ. ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ആരാ പറയാനിരിക്കണത്? അകപ്പാടൊരു ആസ്തി, ഒരു സന്ധിപ്പ് കിട്ടുന്ന അമ്മ എടുക്കുന്നതാണ്. അമ്മക്ക് സൗകര്യം കയറിയപ്പോൾ പിശാച് കയറിയപ്പോൾ അമ്മ പറയണം നിൻ്റെ കയ്യിരിപ്പോണ്ടാണ് വെറുതെ വീട്ടിൽ മുത്ത് നരച്ച് നിൽക്കണമെന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല, അവരുടെ ഇല്ല, ആക്ഷേപങ്ങൾ എന്നെ വഴികണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഇത് ഈ ഫേസിലേക്ക് വരുമ്പോൾ, അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഈ ചേർത്ത് പറഞ്ഞതല്ല, ചേർത്ത് വെള്ളം അടിച്ച് കെട്ടി തൂങ്ങാനൊന്നും പോണില്ല. അവർ ഭയങ്കര വില്ലത്തിയാണ്. ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞ കാര്യം ശരിയാ, പക്ഷെ ഇപ്പോൾ അവർ ഒരു വിടാനുള്ള ഭാവമില്ല. അവരിപ്പോൾ എന്താ പറയണത്, കർത്താവേ നീ അതിനെ നായെന്ന് വിളിച്ചില്ലേ, അതിന് കുഴപ്പമില്ല, ശരിയാ, ഞാൻ നായ തന്നെയാണ്. പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ഇവക്ക് പണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ, ആ കരച്ചിലിന് വാല്യൂ ഇല്ല, വിശ്വാസമില്ല. അതിൻ്റെ അകത്ത് ഇമോഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ല. പക്ഷേ ഇപ്പം സഹനം ഉണ്ടായിട്ടും ഇവൾ വിശ്വസിക്കുകയാണ് തിരിച്ച്. അതിന് ഈശോ വിളിക്കുന്ന പേരെന്താണ്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ വലിയ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അപമാനത്തിലൂടെ പോണത്. മനസ്സിലായില്ലേ? നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. വീട്, ജോലി, വിവാഹം, ശമ്പളം, നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് കുവൈറ്റ് വെച്ച് കണ്ട ചേച്ചിയെ പോലെ വരാനല്ല. ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം ഏറ്റു പറയണം. ഇതിനാണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. വിശ്വാസ വരമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസ വരം. വിശ്വാസ വരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ്ഡ് ഫെയ്ത്താണ് വിശ്വാസ വരമെന്ന് പറയണത്. സാധാരണ വിശ്വാസം വെയിൽ കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോകും. ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല. പിശാചെന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. കർത്താവേ, അത് ശരിയാണ്, ഞാൻ നായ തന്നെയാണ്. പക്ഷേ എന്താണ്, നായ്ക്കൾക്ക് പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല, യഥാർത്ഥ ഫെയ്ത്ത്, വിശ്വാസം, അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അതിജീവിച്ച വിശ്വാസം എന്നും പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. അതിജീവിച്ച അതിജീവിച്ച ശ്രുതികട്ടെ ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനമാണ് അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം.
യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന, എന്ന് പറഞ്ഞേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇതാണ് കാനൻകാരിയുടേത്. സ്വർണത്തെക്കാൾ അത് വിലയുള്ളതായി മാറി. ഇപ്പം വാല്യൂ ആയി. ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ കോയിട്ട് നടത്തിയപ്പോൾ ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. ഒരു വ്യക്തിയുടെ വാല്യൂ, അവൻ ദൈവതിരുസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ, അവന് ബാർഗൈനിങ് പവർ ഉണ്ടോ വിശ്വാസത്തിൽ, അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത്. അതിന് പത്രോസ് പറഞ്ഞത് എന്താണ്? വചനം ഒന്ന് വായിച്ചോ. 1 പത്രോസ് 1:7 ഒന്ന് വായിച്ചു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന, പറഞ്ഞേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസം 2 തരമുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒന്ന്, പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം, കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം. രണ്ടാമത്തത്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിത വിശ്വാസം. ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരം, പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ. പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല. അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിന് പ്രാർത്ഥിച്ചു പോകണം. വരമില്ല. വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വേണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരമുണ്ട്. നിങ്ങൾക്കും ഉണ്ട് വരം, എനിക്കും ഉണ്ട് വരം, പ്രാർത്ഥനാ വരം. എന്താണ് പ്രാർത്ഥനാ വരം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല. അത് ഗെത്സെമനിയിൽ ഈശോ ചെയ്തത് എന്താണ്? Take the word of God. ലുക്ക 22:23. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 22:44. ലുക്ക 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ? അവിടെയാണ് വിഷയം വരുന്നത്. തീവ്രവേദനയും മുഴുകുന്നു, ഈശോയും തീവ്രവേദനയും മുഴുകുന്നു, പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദനയും മുഴുകുന്നു. തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത്? ഉറങ്ങി അവിടെ പോയി. തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത്? അത് പറഞ്ഞ് 22:44 എന്താ പറയണത്? അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതിനാണ് പ്രാർത്ഥന വരമെന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനാണ് പ്രാർത്ഥന. വിശ്വാസ വരമുണ്ട്. വിശ്വാസ വരം എന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത്? വിശ്വാസ വരം. പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത്? പ്രാർത്ഥന വരം.